നമുക്ക് ഭൂമിയുടെയും അജയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ അജയ് തന്റെ തീരുമാനം സൗഭാഗ്യപ്പെടുത്തി എല്ലാവരോടും പറയുവാണ്, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല, എന്നെ ഇതിനു വേണ്ടി നിർബന്ധിക്കരുതെന്ന്. അത് കേട്ടതും ഒരു നിമിഷം മാധവനൊക്കെ ഞെട്ടിപ്പോയി. മാധവൻ വന്നിട്ട് ചോദിച്ചു, നീ എന്ത് വൃത്തിയാടാ പറയണേ? 2 ദിവസം കഴിഞ്ഞ നിന്റെ കല്യാണോ? അപ്പൊ നിനക്ക് കല്യാണം വേണ്ടെന്നോ? ദേ അജയ്, വെറുതെ തമാശ കളിക്കരുത്. തമാശ കളിച്ചതല്ല. അജയ് മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം, എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ആദ്യം മുതലേ പറഞ്ഞതാ എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന്. അതും പറഞ്ഞുകൊണ്ട് കയ്യെ കിടക്കുന്ന വിരലിൽ കിടക്കുന്ന മോതിരം അങ്ങോട്ട് ഊരി അവിടേക്ക് വെക്കുവാണ്. ഇത് കേട്ടത് മുത്തശ്ശി ഒരു നിമിഷം അന്താളിപ്പോടെ അജയനെ നോക്കി. അജയ് പറഞ്ഞു, മുത്തശ്ശിയുടെ വാക്കുകൾ ധിക്കരിക്കുവാന്ന് കരുതരുത്. എനിക്കിതല്ലാതെ വേറെ നിവൃത്തിയില്ല. അഞ്ജനയുടെ കഴുത്തി താലിയാർത്താൻ ഞാൻ ഒരുക്കുമല്ല. ഞാൻ ആദ്യമേ തൊട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയില്ല നിൽക്കുകയാണ്. ഭവാനിയും അതുപോലെ തന്നെ അഞ്ജനയൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കാമെന്ന് കരുതി ഇരുന്നതല്ലേ. പക്ഷെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞു പോയില്ലേ. അപ്പോഴേക്കും അജയുടെ നേർക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കണം മാധവൻ. അങ്ങനെ ഈ കല്യാണം വേണ്ടെന്ന് നോക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലടാ. നിന്റെ തോന്നിയാസം നടക്കത്തൊന്നുമില്ല. എൻ്റെ മകനാണ് നീയെങ്കിൽ നീ അഞ്ജനയുടെ കഴുത്തിൽ താലി ആർത്തിയിരിക്കും, അല്ലാതെ നീ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കയറി പിടിക്കുക സംഗീത. ദേ വേണ്ട മാധവേട്ട, ഒരു വഴക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കയറി പിടിച്ചു. അപ്പോഴേക്കും സത്യദാസ് വന്നിട്ട് പറഞ്ഞു, അജയ് നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചു. ഈ സമയത്ത് ആൽഫ്രഡ് പറഞ്ഞു, അല്ല അവന് ഇഷ്ടമില്ലാത്താണെങ്കിൽ മിണ്ടരോ നീ ഒരക്ഷരം പോലും മിണ്ടരാന്ന് മാധവൻ പറഞ്ഞു. ദേ എല്ലാവരും കൂടെ അവനെ പറഞ്ഞ് തിരിച്ചു വെച്ചിരിക്കുക. ആൽഫ്രഡിന് ആകെപ്പാടെ ടെൻഷനായിപ്പോയി. ദൈവമേ, ഇനിയിപ്പോൾ താനും കൂടെ ഇതിനകത്ത് പ്രതിയാകുമെന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. അജയ് ദേഷ്യത്തോടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സത്യാസി എന്നിട്ട് ചോദിച്ചു, എന്താണ് മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്കിത് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അതെ, എനിക്ക് വേറെ വഴിയില്ല വിളിച്ചാ, ഞാൻ എന്നാ ചെയ്യണ്ടേ എനിക്കറിയില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹമാണിത്. അപ്പം പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ച് അവളെ എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ തന്നെ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞല്ലേ. എടാ, അപ്പം അഞ്ജനയുടെ അവസ്ഥ എന്താ നീ മനസ്സിലാക്കാത്തേ? അതെനിക്കറിയില്ല. അവളോട് ഞാൻ പറഞ്ഞ അവൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമൊന്നുമില്ല. അവളെല്ലാം എൻ്റെ മുന്നിൽ അഭിനയിക്കുന്ന. സത്യദാസ് ഒരു അന്താളിപ്പോട് കൂടിയിട്ടാണ് അജയനെ നോക്കുന്നത്. എടാ, ഈ സമയത്ത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുമല്ലേ. സ്വർണം എടുത്തു, അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ വേണ്ടേ അതൊക്കെ നോക്കാനായിട്ട്? അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ മറ്റാരുമില്ല. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മാത്രമേ സംസാരിക്കുകയുള്ളൂ. എടാ, നിൻ്റെ മനസ്സിൽ ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നയനയെ മറക്കാൻ പറ്റില്ല. അവളെ മറന്നിട്ടൊരു എനിക്കൊരു ജീവിതമില്ല. അത് ഇവരോടാരും പറഞ്ഞിട്ട് ഇവരുടെ തലയിലൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അജയ് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ദേഷ്യത്തോടു കൂടിയിട്ട് അഞ്ജന പറഞ്ഞു, എനിക്കറിയാം അവൻ്റെ മനസ്സിൽ ആ ഭൂമിയാ. ഇന്നും കൂടെ ഞാനും അനുപമയും കൂടെ പുറത്തു പോയ സമയത്ത് കണ്ടോളൂ. ഭൂമി അവൻ്റെ പിന്നാലെ, അവൻ്റെ ബൈക്കിന് പിന്നാലെ കെട്ടിപ്പിടിച്ച് യാത്ര ചെയ്യുന്നേ. മുത്തശ്ശി പറഞ്ഞു, അഞ്ജന ആ കൊച്ചൊരു പാവം, അതിനെക്കുറിച്ച് അനാവശ്യം പറയരുത്. മുത്തശ്ശിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാ ഞാൻ പറയുന്ന കള്ളത്തരമാണ്. അനുപമേനെ വിളിച്ചു നോക്കുക. അപ്പോഴേക്കും അനുപമ വന്നിട്ട് ശരിയാന്നുള്ള കാര്യം പറയാണ്. ഞങ്ങൾ കണ്ടാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാ എന്നെ വേണ്ടെന്ന് വെക്കുന്നത്. അവൾ ഒറ്റയെടുത്ത് എൻ്റെ ജീവൻ നശിച്ചിരിക്കുന്നത്, ജീവൻ നശിപ്പിച്ചത്. പക്ഷെ ഇതിനെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്തൊക്കെ വന്നാലും ശരി, അജയ് അല്ലാതെ വേറൊരു പുരുഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അതും പറഞ്ഞ് അഞ്ജന ദേഷ്യത്തോടു കൂടി കയറിപ്പോയി. സ്വാഭാവികം മുത്തശ്ശി ശരിക്കും പെട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? വാക്ക് കൊടുത്ത താനാണ്. അപ്പം തൻ്റെ വാക്കിനൊരു വിലയില്ലാത്ത അവസ്ഥയായിപ്പോയി. എന്തൊക്കെ വന്നാലും അജയനും കൂടെ ഒന്നിപ്പിക്കും താൻ വാക്ക് കൊടുത്ത. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ പറഞ്ഞതും താനാണ്. എന്നിട്ടിപ്പോൾ അവസാനം വന്ന് കഴിഞ്ഞപ്പോൾ അജയ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. മുത്തശ്ശി ആകെപ്പാടെ തളർന്നിരിക്കുന്ന സമയത്ത് സംഗീത വന്നിട്ട് പറഞ്ഞു, അമ്മ വിഷമിക്കില്ല, ഞങ്ങൾ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട, ഇനി ആരും ഒന്നും പറയണ്ട. അവനോട് എത്ര പറഞ്ഞാൽ അവൻ്റെ തലയിലേക്ക് കയറില്ല. എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും മാധവൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ലമ്മേന്ന് പറഞ്ഞു. വേണ്ട, ആരും എന്നോട് സംസാരിക്കാൻ പോലും വരണ്ട. എന്നെ കുറച്ച് സമയത്തേക്ക് വെറുതെ വിട്ടയക്കാനും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുറിയിലേക്ക് കയറിപ്പോയി. പിന്നീട് മാധവൻ മുറിയിലേക്ക് വന്ന് സംഗീതയോട് പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഈ വിവാഹം നടത്തും. അവൻ്റെ അഹങ്കാരം ഇതങ്ങനെ വെറുതെ കണ്ടു നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല സംഗീത. അല്ല, അവന് ഇഷ്ടമില്ലെങ്കിൽ മിണ്ടരുത് നീ. എല്ലാവരും കൂടെ ചേർന്നിട്ട് അവന് വളം വെച്ച് കൊടുത്തോണ്ടാ ഇത്ര വരെ കാര്യങ്ങൾ എത്തിയത്. അല്ലായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പറഞ്ഞ് ദേഷ്യപ്പെട്ടു.
ആ സമയത്ത് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഭൂമിക്ക്. എങ്ങനെയെങ്കിലും തൻ്റെ അമ്മയെ രക്ഷിച്ചാൽ മതിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് താൻ അജയ് സാറിൻ്റെ ഭാര്യയാന്ന് ആകാന്ന് സമ്മതിച്ചിരിക്കുന്നത്. അഭിനയിച്ചാൽ പോരെ, ഒരു വർഷത്തേക്ക്. അത് സാരമില്ല, തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊരു ചിന്ത. അതിനുശേഷം ഭൂമി ലക്ഷ്മിയെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ലക്ഷ്മിയോട് കാര്യങ്ങൾ പറയാണ്. എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കണം ലക്ഷ്മി ചേച്ചി, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മോളെ? നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നില്ലേ? ഉണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് പണവും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ എൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് എന്നെ കൊണ്ട് തന്നെ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അജയ് സാർ അതിന് കൂട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പ്രത്യുപകാരമായിട്ട് ഞാനൊരു കാര്യം ചെയ്യണം. എന്ത്? അജയ് സാറിൻ്റെ ഭാര്യയായിട്ട് ഞാനൊന്ന് ആക്ട് ചെയ്യണം. ഭാര്യയായിട്ട് ആക്ട് ചെയ്യാനോ? നീ എന്തൊക്കെയാ ഭൂമി പറയണേ? പിന്നീട് ലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. ഭൂമി ഇതുപോലെ ആക്ട് ചെയ്യണം, ഒരു എഗ്രിമെൻ്റ് പേപ്പർ സൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു, മോളെ നീ ഒരു പെൺകുട്ടിയാണ്, നിന്റെ ജീവിതം നീ അതിനെക്കുറിച്ച് ചിന്തിച്ചോ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവസാനം എന്തായി തീരും? പിന്നെ നിനക്ക് ഒരു കല്യാണം നല്ല വരുമോ? രണ്ടാം ഘട്ടം നല്ല അറിയപ്പെടുള്ളൂ. നീ ഒരാളോടൊപ്പം കുറേ കാലം പോയി ജീവിച്ചെന്ന് നോക്കുക. ആക്ടിങ് ഭാര്യ എന്നുള്ള കാര്യം നിനക്ക് രണ്ടുപേർക്കും അല്ല അറിയത്തുള്ളൂ, മറ്റുള്ളവർക്ക് അറിയത്തില്ല. അപ്പം മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. അപ്പം പിന്നെ നിന്റെ കാര്യം എന്തായിരിക്കും? നിന്റെ ജീവിതം പോവില്ലേ? ലക്ഷ്മി ചേച്ചി, എനിക്ക് എൻ്റെ ജീവിതം അല്ല പ്രധാനം, എനിക്ക് എൻ്റെ അമ്മയുടെ ജീവിതമാണ്. എനിക്ക് എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തിയാൽ മതിയാവുള്ളൂ. അതിന് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ മാർഗമില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മിക്കും ഭയങ്കര വിഷമമായിപ്പോയി. പാവം മോള് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അംബിക ചേച്ചിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. കാരണം അംബിക ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സാഹചര്യ തെളിവുകളെല്ലാം അംബികയ്ക്കെതിരെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ അജയ് പോയി. അജയ് പോകുന്ന സമയത്ത് ഭൂമിയെ വിളിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കാണുന്ന സമയത്ത് അജയ് ഭൂമിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭൂമി, ഞാൻ വീട്ടിൽ സംസാരിച്ചു, എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയാലോ, ഒരു കല്യാണം നടത്തായിരുന്ന വീടാണ്. അപ്പോൾ അതിൻ്റെതായ പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ആ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഭൂമി പറഞ്ഞു, എനിക്കറിയാം, എല്ലാവരും മിക്കവാറും എന്നെ പഴിക്കുമായിരിക്കും. അതെ, എല്ലാം ഞാൻ നേരിടാൻ തയ്യാറായിട്ടാണ് നിൽക്കണത്. ഭൂമി, നീ ഒരു കാര്യം ചെയ്യണം, ഒരു കാരണവശാലും പിന്മാറില്ല. അറിയാലോ, പിന്മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതം ഇല്ലയെന്ന് കൂട്ടിയാൽ മാത്രം മതി. എനിക്ക് മിക്കവാറും അവളുടെ കഴുത്തിൽ താലി ആർത്തേണ്ട വരും, അഞ്ജനയുടെ കഴുത്തിൽ. അങ്ങനെ താലി ആർത്തിയാൽ പിന്നെ ഞാനില്ല. ഭൂമി പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാ സാറേ, അതിന് മാറ്റമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നടത്തണം, അതിന് ശേഷമാണ് വിവാഹം. എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടായാൽ വിഷമിക്കും വേണ്ട ഭൂമി. നിൻ്റെ അച്ഛൻ്റെ ഫോണ് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഒന്നാക്കാൻ കൊടുക്കാമെന്ന്, അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അധികം വൈകാതെ പ്രദീപ് അത് റെഡിയാക്കി തരും. അങ്ങനെ റെഡിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനകത്ത് എന്തെങ്കിലും തെളിവുകളാണ് നിൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ളത്. അപ്പം ഉറപ്പായിട്ട് നിൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് പറ്റും. അല്ല, ആ ഒരു ഫോണ് അതിനകത്തൊന്നും ഇല്ലെങ്കിലോ? ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഒരു പക്ഷേ നിൻ്റെ അമ്മയുടെ നിൻ്റെ അച്ഛൻ്റെ കൊലയാളി വേറെ ആള്, ഒരു മുഖംമൂടി ധരിച്ച ആളെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അച്ഛനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. അല്ല, നിനക്ക് ആ ഫോൺ എവിടെ നിന്നാണ് കിട്ടിയത്? അത് വീടിൻ്റെ പുറത്ത് കിടന്ന. അല്ല, അങ്ങനെ പുറത്ത് കിടന്ന് കിട്ടണമെങ്കിൽ അതിന് വഴിയില്ലല്ലോ. അജയുടെ മനസ്സ് നൂറുനൂറ് സംശയങ്ങളാ. വീടിനകത്തല്ലേ ഫോൺ വരേണ്ടത്. അങ്ങനെയാണ് ഒരു പക്ഷെ ആ കൊലയാളി അതെടുത്ത് എറിഞ്ഞതാണോ, അതോ ഇനി അബദ്ധപ്പെട്ട് താഴെ പോയതാണെന്ന് അറിയത്തില്ലോ. ഇനി പുറത്ത് കിടന്ന് വല്ല മൽപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും അമ്മ പറഞ്ഞിട്ടില്ലോ. അത് ശരിയാണ്, നമുക്ക് നോക്കാം. ആ ഫോണിനകത്ത് എന്തോ ഒരു തെളിവുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീ ധൈര്യമായിട്ടിരിക്കും ഭൂമി, പേടിക്കൊന്നും വേണ്ട. നിന്റെ അമ്മയെ നമുക്ക് അധികം വൈകാതെ തന്നെ പുറത്തിറക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ ഭൂമിക്ക് ആത്മവിശ്വാസം കൊടുത്തു അജയ്. ഭൂമിയും പ്രതീക്ഷയിലായിരുന്നു തൻ്റെ അമ്മയെ പുറത്തിറക്കാൻ പറ്റുമെന്നുള്ള. അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.